ഞാനപ്പോൾ എൻജോയ് ചെയ്തു, പക്ഷെ ആൾക്കാർ എന്നെ മുദ്ര കുത്തി, ഞാനൊരു ഗോൺ കേസാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആൽക്കഹോൾ. ദാറ്റ് വാസ് മൈ മേജർ ഇഷ്യൂ. ഞാൻ ഡെഡ് ബോഡി പോലും കണ്ടിട്ടില്ല. ഷോക്കിൽ, ലൈക്ക് ബെഡ് റിഡൺ ഫോർ 1.5 months. അപ്പം എല്ലാവരും പറഞ്ഞൊരു വാക്ക്, വെള്ള സാരിയെ കൊടുത്ത് നടക്കേണ്ടതല്ലേ, അജി മരിക്കാൻ വേണ്ടി കാത്തിരുന്നോ. കമ്പയറിങ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരെയും വിചാരം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കമ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അകത്ത് പോയി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തലയിങ്ങനെ പെരുത്ത് വരും. ലൈക്ക് ഐ മേ ബിക്കം വയലൻറ്റ്. ഒരു 2 പ്രാവശ്യം ബോധം കെട്ട് വീണപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. എന്തൊക്കെയോ ചെയ്തു എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ ലവ് ടു വാച്ച് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ഐ എം സാഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത്. ഒരു നെഗറ്റീവ് തോട്ടോ ഒരു ഫീലിങ്ങോ ഒരു അപ്രോച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ഇടണം. ദാറ്റ്സ് വൈ ലൈക്ക് മോർ ദാൻ ഫേസ്, ലൈക്ക് ഞാൻ എൻ്റെ ബോഡി ശ്രദ്ധിക്കാൻ നോക്കാറുണ്ട്. പിന്നെ അജി മരിച്ചതിന് ശേഷമാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. ബിക്കോസ് അജിത്തിന് അങ്ങനെ അഭിനയം വലിയ ഇഷ്ടമല്ലായിരുന്നു ഞാൻ അഭിനയിക്കുന്നു. ഐ എം നോട്ട് ലക്കി. അല്ല, എനിക്ക് തോന്നുന്നു സിനിമയിൽ ലക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഹായ്, ഹലോ, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഷീസ് ആൻ ആക്ടർ, ഡാൻസർ. ലെറ്റ്സ് വെൽക്കം ദേവി അജിത്. ദേവി ചേച്ചി, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അറ്റ് പീസ്. ഓക്കെ, ഭയങ്കര യങ് ലുക്കിംഗ് ആണ്. എന്താണ് അതിന്റെ സീക്രട്ട്? ഭയങ്കര ക്ലീഷേ ചോദ്യമാണ്. ഐ ഡോണ്ട് ഫീൽ ഐ എം യങ്. ലൈക്ക് ബോഡി വൈസ് ലൈക്ക് ആവശ്യത്തിനുള്ള പ്രായത്തിൻ്റെ ഉണ്ട്. ബട്ട് ഐ വർക്ക് ഔട്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ഇടണം. ദാറ്റ്സ് വൈ ലൈക്ക് മോർ ദാൻ ഫേസ്, ലൈക്ക് ഞാൻ എൻ്റെ ബോഡി ശ്രദ്ധിക്കാൻ നോക്കാറുണ്ട്. മേ ബി ലൈക്ക് ഞാനൊരു ഫുഡി അല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ. ഐ എം നോട്ട് ഇൻ ടു ഫുഡ്. അപ്പം എനിക്കങ്ങനെ ഇന്ന ഭയങ്കര ആഹാരങ്ങൾ കഴിക്കണം എന്നുമില്ല. സോ ഞാൻ വളരെ ചൂസ് ചെയ്ത് ആഹാരവും കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും. ആൻഡ് ഒരു വേണ്ടാത്ത സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാത്ത ഒരാളാണ് ഫേസിലൊന്നും. ബിക്കോസ് ഞാൻ ഭയങ്കര മടിച്ചായി ഇതിലൊക്കെ. ഐ കാണ്ട് ഇങ്ങനെ ഡെയിലി ഇത് ചെയ്യുക അത് ചെയ്യുക, രാവിലെ മുതൽ ഇങ്ങനെ കെയർ ചെയ്യുക ഫേസ്. ഐ എം നോട്ട്. സംഹൗ ഐ എം ലൈക്ക് ദിസ്. That's it. ജെനറ്റിക്സ്. Maybe. ഓക്കെ ചേച്ചി, നമ്മളിങ്ങനെ ചേച്ചിയുടെ ബയോഗ്രഫി നോക്കുക എന്നുണ്ടെങ്കിലേ ഭയങ്കര അക്കാദമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അതായത് പാരൻസ് രണ്ടും പ്രൊഫസേഴ്സ് ആണ്. അപ്പം അവിടുന്ന് ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് ഒരാൾ എത്തിപ്പെടുക, ചേച്ചി ക്രിയേറ്റീവ് ഫീൽഡിൽ വന്നതിനെ കുറിച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ എത്തിപ്പെട്ട ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അതായത് പെട്ടെന്നൊരു ദിവസം അല്ലല്ലോ നമ്മളിത് തീരുമാനിക്കുന്നത്. ബിക്കോസ് അക്കാദമിക്കലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഫീൽഡിലേക്ക് പ്ലേസ്ഡ് ആവുന്നത് എങ്ങനെയാണ്? Like fortunately or unfortunately it happened, but thank God. എൻ്റെ കല്യാണമാണ് ഇതെല്ലാം മാറ്റിമറിച്ചത്. കല്യാണത്തിന് ശേഷമാണ്. ബിക്കോസ് ഐ ഗോട്ട് മാരീഡ് അറ്റ് 18. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലോ അക്കാഡമിയിലായിരുന്നു. സോ ദാറ്റ് ചേഞ്ച് ദ ഹോൾ സിനാരിയോ. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പണ്ടേ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് ഓൺ പാരൻസ്. അങ്ങനെയാണ് എന്നെ വളർത്തിയതും. എല്ലാം ഉണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങൾ. ബട്ട് ഐ എം എ പേഴ്സൺ ഹു ഓൾവേസ് തിങ്ക് ലൈക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന്. ബട്ട് കല്യാണം 18 വയസ്സിലേക്ക് കഴിഞ്ഞതുകൊണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് ഓൺ അജിത്തിൻ്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കില്ലായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് കമ്പയറിങ്. അതാണ് എൻ്റെ തുടക്കം ഏഷ്യനെറ്റിൽ. പാട്ടുപെട്ടി. സോ അതും സംഭവിച്ചു പോയതാണ്. ബട്ട് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. കല്യാണത്തിന് ശേഷമാണ് ആങ്കറിംഗ് ചെയ്യുന്നത്. ഞാൻ അതുവരെ ഒരു ഡാൻസ് ചെയ്യും. അതും അമ്പലത്തിലൊക്കെ ഡാൻസ് ചെയ്യുള്ളൂ. കാര്യം വീട്ടിലങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് അതൊന്നും ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻ ടു ഇറ്റ്. കാര്യം ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിലല്ല. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നന്നായിട്ട് പഠിക്കും. ഞാൻ നല്ല പഠിക്കുമായിരുന്നു. സ്റ്റുഡിയസ് ആയിരുന്നല്ലേ? നോട്ട് സ്റ്റുഡിയസ് ആൻഡ് ഓൾ, ബട്ട് ഞാൻ പഠിക്കും, നന്നായിട്ട് പഠിക്കും. ഇപ്പൊ തലയിൽ ഉണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. പഠിക്കുമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ബട്ട് ഈ കല്യാണത്തിന് ശേഷം ആകെ മൊത്തം ഒന്ന് മാറി. ഐ കണ്ടിന്യൂഡ് മൈ സ്റ്റഡീസ്. എൻ്റെ കൂടെ ഞാൻ VJ ആയി. അതിനോടൊപ്പം തന്നെ ഞാൻ ബുട്ടീക്കും തുടങ്ങി. വെൻ ഐ വാസ് 21.
എൻ്റെ മോളുണ്ടായി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബുട്ടീക്കും സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് ഐ ഓൾവേസ് വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആ ഫീല് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ബബ്ബ അടിച്ച് മൊത്തം കുളം കോരി ഒരു വ്യക്തിയാണ് ഒരു 5-6 മാസം. കാര്യം പാട്ടുപെട്ടി വാസ് ലൈക്ക് ഫുൾ സ്ക്രിപ്റ്റ് പഠിക്കണം. മലയാളം അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, പക്ഷെ കട്ടി വാക്കുകളും. അപ്പം ഇപ്പോഴത്തെ ഒരു വേ ഓഫ് ആങ്കറിംഗ് നമ്മൾ അച്ചടി ഭാഷയിൽ സംസാരിക്കണം. ആൻഡ് ഞാൻ ക്യാമറ ഫേസ് ചെയ്തിട്ടുമില്ല. സോ അതൊരു ഞാൻ എപ്പോഴും പറയും, അത് ഞാൻ എപ്പോഴും പറയാൻ കാര്യം, എനിക്ക് പുള്ളിക്കാരൻ ആ പാട്ടുപെട്ടിയുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു VJ പോലും ആവത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ക്ഷമിച്ച് എന്നെ സഹിച്ചു ഞാനൊന്ന് ശരിയായി വരുന്നത് വരെ. എനിക്ക് തോന്നുന്നു അപ്പം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു തോന്നുന്നു, ആരെയും കിട്ടിയില്ലെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഹൗ ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. പിന്നെ അജി മരിച്ചതിന് ശേഷമാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. ബിക്കോസ് അജിത്തിന് അങ്ങനെ അഭിനയം വലിയ ഇഷ്ടമല്ലായിരുന്നു ഞാൻ അഭിനയിക്കുന്നു. സോ ഇറ്റ് ഓൾ ഹാപ്പൻ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഇത്രയും സിനിമയിൽ അഭിനയിച്ചല്ലോ, ആസ് എൻ ആക്ടർ ചേച്ചി എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? ഐ മീൻ ഓക്കെ ആർട്ടിസ്റ്റ്, വലിയ സംഭവമൊന്നുമല്ല. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഗുഡ് PR. ഞാനൊരു ലേസി പേഴ്സൺ ആണ്, കുറച്ച് മടിച്ചി ആണ്. സോ ഐ എം നോട്ട് ടോട്ടലി ഫോക്കസ്ഡ് ഇൻ ടു മൂവീസ്. ഭയങ്കര ഇഷ്ടമാണ്, വന്നാൽ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഐ ലവ് മൂവീസ് ആൻഡ് ഐ വോണ്ട് ടു ബി ഇൻ ടു ഇറ്റ് ഓൾവേസ്. അതിനെ അങ്ങനെ തന്നെ മരിക്കണം എന്നാണ് എനിക്ക് സിനിമയ്ക്കകത്ത് നിന്ന്. സോ ഹൗ ഐ പ്ലേസ് മൈസെൽഫ് എന്ന് ചോദിച്ചാൽ ഐ എൻ ഓക്കെ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ചേച്ചിയുടെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമയിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 27 years ആവുന്നു. അപ്പം ചേച്ചിയുടെ ആ ഒരു കാലിബർ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അഭിനയ സാധ്യത, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോള് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് എന്തൊക്കെയോ ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ആൾക്കാർ കാണുമ്പം കുറച്ച് സിനിമകൾ എടുത്ത് പറയുന്നുണ്ട്, ബട്ട് ദേ ഡോണ്ട് നോ, മെനി പീപ്പിൾ ഡസന്റ് നോ മൈ നെയിം. അതെനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അറിയാം എന്നെ, ആക്ഷൻ ഹീറോ ബിജു അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ്, അങ്ങനെ കുറച്ച് സിനിമകൾ ഇവർ എന്നൊക്കെ പറഞ്ഞ് അറിയാം. ബട്ട് ദ പ്രോബ്ലം ഇസ് ലൈക്ക് അണ്ടിൽ ആൻഡ് അൺലെസ് വി ഡു എ മേജർ റോൾ, അത് അത്രയും ഹിറ്റാവുക വേണം സിനിമ. സോ ഐ ഹാവ് ഡൺ മെനി റോൾസ്. അതിൽ പല സിനിമയും ഒരു 40 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സിനിമയായിരിക്കും എല്ലാവരും. അതിനെക്കാട്ടിലും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇഫ് ദ മൂവി ഡസൻ റീച്ച് പീപ്പിൾ, നമ്മളും റീച്ച് ആവില്ല. സോ ദാറ്റ്സ് ലൈക്ക് ഐ ഹാവ് നോട്ട് ഗോട്ട് പ്രോപ്പർ ലൈക്ക് ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ലൈക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ്. അതെ അതെ, സം ഡേയ്സ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. സോ ഐ വിൽ ഗെറ്റ് ഇറ്റ്, ഐ എം ഷുവർ. ഓക്കെ, ചേച്ചിയുടെ ലാസ്റ്റ് റിലീസ് ഇപ്പം ധീരമാണല്ലോ. സോ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിൽ നമ്മൾ ഓർത്തിരിക്കുന്ന മുഖങ്ങൾ ആരൊക്കെയാണ്? ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ടച്ച് വുഡ് ലൈക്ക് എനിക്കുണ്ടായിട്ടില്ല. ഒരു നെഗറ്റീവ് തോട്ടോ ഒരു ഫീലിങ്ങോ ഒരു അപ്രോച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. അതുകൊണ്ട് എല്ലാവരെയും മിക്കവാറും എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. സോ അത് എന്ത് തിങ് ഈസ് ലൈക്ക് ഞാൻ ഭയങ്കര ഹൈപ്പറാണ് സെറ്റിൽ. ലൈക്ക് ഐ മിങ്കിൾ വിത്ത് എവ്രി വൺ. അതൊരു കുഴപ്പമാണോ ചോദിച്ചാൽ ചിലപ്പോൾ കുഴപ്പമായിരിക്കും. ലൈക്ക് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ അങ്ങനെ അധികം സംസാരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് പോവും. ബട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. സോ ഐ മിങ്കിൾ വിത്ത് എവ്രി വൺ ആൻഡ് ഐ ഫീൽ ലൈക്ക് എവ്രി വൺ വാസ് ഗുഡ് ടു മീ ഇൻ ദ ഇൻഡസ്ട്രി. ഈച്ച് ആൻഡ് എവ്രി പ്രൊഡ്യൂസേഴ്സ്, ഈച്ച് ആൻഡ് എവ്രി ആർട്ടിസ്റ്റ്. അപ്പം എനിക്ക് എപ്പോഴും നല്ല അനുഭവങ്ങളാണ് കിട്ടിയുള്ളത്. ദാറ്റ്സ് വൈ ഐ സ്റ്റിൽ ലവ് മൂവീസ്. ഐ നെവർ വോണ്ട് ടു ക്വിറ്റ്. I don't have any bad experience. So I love each and every faces. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ മുതൽ എല്ലാവരും കൂടി അഭിനയിച്ചത് കൊണ്ട്, ഈവൻ നീരജ്, ലൈക്ക് ബേസിൽ എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ഐ എം ഹാപ്പി വിത്ത് എവ്രി വൺ. ചേച്ചിക്ക് ആ ഒരു ഷിഫ്റ്റ് നന്നായിട്ട് സിനിമയിൽ നടന്നത് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അതായത് നേരത്തെ ആക്ടേഴ്സിന്റെ കൂടെയും ഇപ്പോഴത്തെ യങ് മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ കൂടെയും അഭിനയിക്കുന്നുണ്ട്. അപ്പം ചേച്ചിയുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് മൂവി ഇൻഡസ്ട്രിയിൽ? ബിക്കോസ് ഐ ഡോണ്ട് നോ ദ ടെക്നിക്കൽ തിങ്സ്. അതുകൊണ്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ദ തിങ് ഇസ് ലൈക്ക് ഐ ആം എൻ ആർട്ടിസ്റ്റ്. അപ്പം എനിക്ക് അന്നും ഇന്നും ഞാൻ പഠിച്ച് പറയുന്നൊരു അഭിനയം ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് തിങ് വാസ് വിത്ത് ശ്യാമപ്രസാദ്, ഡയറക്ടർ ശ്യാമപ്രസാദ്.
ഇപ്പം എൻ്റെ സ്കൂളിംഗ് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഭയങ്കര നല്ല സ്കൂളിംഗ് ആണ്. കാര്യം അതെ. ശ്യാമപ്രസാദ്, ടി കെ രാജീവ് കുമാർ സാർ. സോ അങ്ങനെ വന്നതുകൊണ്ട് അവരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, സ്ക്രിപ്റ്റൊന്നും. ഇഷ്ടമുള്ളത് പറയാൻ പറയും, ലൈക്ക് നോക്കുക പറയുക. അപ്പോഴും ഞാൻ അങ്ങനെയാണ് പോയത്. കാര്യം ടെക്നിക്കലി ഐ എം നോട്ട് ദാറ്റ് അവെയർ ഓഫ് ലൈക്ക് ക്യാമറ ആംഗിൾസ് ഓർ മേ ബി അതൊന്നും വലിയ ഒരു സംഭവം എനിക്കിപ്പോഴും, ഞാൻ കുട്ടി തന്നെയാണ് അതിനകത്തൊക്കെ. പക്ഷേ ലൈക്ക് എനിക്ക് ഒരു സിനിമയിൽ നിന്നും അങ്ങനെ പഠിപ്പിച്ച് പറയിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ ഷിഫ്റ്റ് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇപ്പോൾ ധീരത്തിൽ പോലും ഞാൻ നോക്കി, ഞാൻ എന്തത് പറഞ്ഞു, ലൈക്ക് ദർ വിൽ ബി കറക്ഷൻസ്. അപ്പം എല്ലാ ഡയറക്ടേഴ്സും വാസ് നൈസ് ടു മീ. ദേവിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ. സോ ഐ കാൺട്ട് ഫൈൻഡ് എ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് അണ്ടിൽ ആൻഡ് അൺലെസ് ഐ വാച്ച് ദ മൂവി. മൂവി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരുന്നോ, വാട്ട് ഐ ഡു മൈ പാർട്ടിൽ എനിക്കൊരു ഷിഫ്റ്റും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ചേച്ചിയെ സ്ക്രീനിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമ ഏതാ? ഇവർ ഇവരാണല്ലേ? ഓ, ഇവർ സിനിമ. അല്ല, ഞാൻ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും ഇപ്പം. അപ്പൊ ചെറുപ്പമായത്. അതെ, അന്ന് അങ്ങനെ ഒരു റോൾ ആ ടൈമിൽ ചെയ്യുന്നത്. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, ഐ എം നോട്ട് ലക്കി. ഞാനൊരു ലക്കി പേഴ്സൺ അല്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ ലക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ആ ഒരു റോൾ മതി എനിക്ക് എവിടെയെങ്കിലും എത്താൻ. ബിക്കോസ് ഇൻ ദാറ്റ് മൂവി ഭാവന ആൻഡ് മീ ഡിഡ് ദ മേജർ റോൾസ്, ബട്ട് ഐ കുഡന്റ് റീച്ച് എനിവെയർ. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ലൈക്ക്, എനിക്ക് തോന്നുന്നു സിനിമ കുറേയൊക്കെ ലക്കാണ്. സോ ഐ ലവ് ടു വാച്ച് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ഐ എം സാഡ് അബൌട്ട് ഇറ്റ് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത്. ഐ ലവ് ദാറ്റ് മൂവി, ഇറ്റ് വാസ് നൈസ്. ഓക്കെ ചേച്ചി, അതുപോലെ തന്നെ ചേച്ചിയുടെ ലൈഫിൽ നമുക്ക് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ദ കാർ മൂവിയും അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഭവങ്ങളും ഒക്കെ. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടു, അന്നത്തെ സമയത്ത് 75 lakhs ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്തത് എന്ന്. ആൻഡ് അത് നമുക്കത് ആൾക്കാരിലേക്ക് എത്തിക്കാനും ആ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് കാരണം പറ്റിയതുമില്ല. സോ എങ്ങനെ ചേച്ചി അതിനെ ടാക്കിൾ ചെയ്തത്? ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് ട്രോമ ഇൻ മൈ ലൈഫ്. ദ കാർ നല്ല സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും ഈ ബിഹൈൻഡ് ആർക്കും അറിയില്ലല്ലോ. കാര്യം ലൈക്ക് ഒരുപാട് സഫർ ചെയ്തൊരു സിനിമയാണ്. അജിയുടെ ലോസ്, ഒരുപാട് കടം, അതും ഈ സെയിം കാറ് തന്നെ. സെയിം കാറ്, ദാറ്റ് ഡസൻ കം ഇൻ ടു മൈ മൈൻഡ് ബിക്കോസ് അതൊക്കെ സംഭവിച്ചു. ദാറ്റ്സ് ഇറ്റ്, ലൈക്ക് ഇറ്റ്സ് റിട്ടൺ. ഞാൻ അങ്ങനെ ലൈഫ് ഇസ് പ്രോഗ്രാംഡ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ജനിക്കുക മരിക്കുക ഇതിനൊക്കെ ഒരു ലൈഫ് ഇസ് പ്രോഗ്രാംഡ്, ലൈക്ക് ഇറ്റ് വിൽ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കണമെന്നേ ഉള്ളൂ. സോ ദ കാർ വാസ് ലൈക്ക് ആലോചിക്കുമ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഭയങ്കര രസമായിരുന്നു ഷൂട്ട്. ഈ കാർ എവിടുന്ന് കണ്ടുപിടിച്ചെടുക്കുന്ന ചേച്ചി? വാങ്ങിച്ചതാ, അത് മേടിച്ചതാ, പുതിയ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് അതിന് വേണ്ടി. സോ തിങ് ഇസ് ലൈക്ക് ഷൂട്ട് ഭയങ്കര രസമായിരുന്നു ബിക്കോസ് ഐ വാസ് യങ്. ഐ വാസ് ഓൺലി 23-24. അപ്പം മോളും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം മോക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. സോ സെറ്റിൽ പോവുക, എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആൻഡ് പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതിൽ. പക്ഷേ എന്നെ അഭിനയിക്കാൻ സമ്മതിച്ചില്ല. ബട്ട് ദ ഹോൾ തിങ് ഇസ് ലൈക്ക് ദാറ്റ്സ് എ ബിഗ് ലോസ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പൈസ ആയെന്ന് ചോദിച്ചാൽ ഐ ഓൾവേസ് തിങ്ക് എന്തുകൊണ്ട് ഇത്രയും ആയെന്ന്. മേ ബി നമ്മുടെ ഒരു കഴിവുകേടായിരിക്കും. ഫസ്റ്റ് പ്രൊഡക്ഷൻ അത് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കഴിവുകേടായിട്ട് തന്നെ പറയാം. കാര്യം വി കാൺട്ട് ബ്ലെയിം എനിവൺ. ഒന്നുകിൽ നമ്മളത് പഠിച്ച് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പെട്ടുപോയിട്ട് നമുക്ക് ഇത്രയും പൈസയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു, നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു, അത് റിലീസ് ചെയ്തു. പക്ഷേ റിലീസിന് മുമ്പേ അജി മരിച്ചുപോയി. സോ ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഇറ്റ് വെൻറ്റ് വെൽ. സിനിമ നന്നായിട്ട് ഷൂട്ട് ചെയ്തു, സിനിമ റിലീസ് നടന്നു എന്നുള്ളത് ഐ ഡോണ്ട് നോ. ഞാൻ ആ സിനിമ അപ്പോഴൊന്നും കണ്ടിട്ടില്ല ബിക്കോസ് ഞാൻ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റൊക്കെ വേറെ ആയിരുന്നു. പക്ഷേ അതുവരെയുള്ള, അതായത് പ്രിവ്യൂ വരെ ഉള്ളത് വാസ് എ വെരി സ്മൂത്ത്, ഭയങ്കര എൻജോയ് ചെയ്ത സാധനമായതുകൊണ്ട് അപ്പം 75 lakhs കുറിച്ച് ആലോചിച്ചില്ല. പിന്നെ ആലോചിക്കുമ്പം ഇപ്പം ഈ 5 crores 2 crores പറയുമ്പോഴത്തേക്ക് 75 lakhs എങ്ങനെയായി എന്ന് ആലോചിക്കും. ബട്ട് വി കാൺട്ട് ബ്ലെയിം എനിവൺ ബിക്കോസ് വി ഡിഡ്ന്റ് സ്റ്റഡി ഇറ്റ് പ്രോപ്പർലി. നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, സിനിമ ചെയ്യണം എന്നല്ലാണ്ട് പഠിച്ച് ചെയ്തതല്ല. ചേച്ചി, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കാർ എവിടെ പോയി? ഇത് ഈ ആക്സിഡന്റോട് കൂടി കാറ് ലൈക്ക് പോയി, മൊത്തത്തിൽ കാറ് പോയായിരുന്നു. ഓ, ഓക്കെ ഓക്കെ. സോ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ്, ഈ 75 lakhs നമ്മുടെ തലയിൽ വരികയാണ്. അപ്പോൾ 75 lakhs സ്പ്ലിറ്റ് ചെയ്താണ് തലയിലായത്, അജിത്തിന്റെ വീട്ടിലും എൻ്റെ വീട്ടിലും കൂടെ. സോ അതൊരു ലൈക്ക് മാനേജ് ചെയ്തു ബിക്കോസ് സംഭവം ലൈക്ക് നമ്മളെല്ലാം കുറച്ച് എന്തൊക്കെ സെല് ചെയ്ത് വി മാനേജ്ഡ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ലോസ് എന്ന് പറയാൻ പൈസ പോയി,
ഓഫ് കോഴ്സ് പൈസ പോയി. പക്ഷേ എൻ്റെ കംപ്ലീറ്റ് ലൈഫും വീണ്ടും ചേഞ്ച് ആയതും മെൻ്റലി ഐ വാസ് സോ മച്ച് എഫക്റ്റഡ്. ലൈക്ക് ഐ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെഡ് ബോഡി പോലും കണ്ടിട്ടില്ല. ബിക്കോസ് അപ്പോഴത്തേക്ക് ഞാൻ ഷോക്കിൽ ലൈക്ക് ഐ വാസ് ലൈക്ക് ബെഡ് റിഡൻ ഫോർ 1.5 months. സോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. സോ ഫിനാൻഷ്യൽ ലോസിനെ കുറിച്ച് വലുതായിട്ട് തിങ്ക് ചെയ്തിട്ടില്ല, ബിക്കോസ് അതൊക്കെ സെറ്റിലായി. പക്ഷെ ദാറ്റ് വാസ് എ ബിഗ് ലോസ്. അതുകൊണ്ട് ഇറ്റ് ഹാപ്പൻഡ്. സോ ചേച്ചി വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിനും ക്രിറ്റിസിസംസ് ആയിരുന്നു എന്ന്. ദ ഫസ്റ്റ് ക്രിറ്റിസിസം വാസ് ലൈക്ക്, സിനിമയിലല്ല ഞാൻ ആദ്യം അഭിനയിച്ചത്, ഈ ഷോ തന്നെ, ആങ്കറിംഗ് ഷോ അല്ല, അത് കണ്ടിന്യൂ ചെയ്തു. ബിക്കോസ് ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും ആങ്കർ ചെയ്യാൻ വന്നു. അപ്പം എല്ലാവരും പറഞ്ഞൊരു വാക്ക്, വെള്ളസാരിയെ കൊടുത്ത് നടക്കേണ്ടതല്ലേ, അജി മരിക്കാൻ വേണ്ടി കാത്തിരുന്നോ, വീണ്ടും ഇറങ്ങിയോ, സോ മെനി തിങ്സ്. ബിക്കോസ് ഐ വാസ് ഓൺലി 24. പിന്നെ മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോഴും ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ കൂടെ കേട്ടോ. ഐ ഡോണ്ട് കെയർ. കാര്യം അത് സൊസൈറ്റിയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഐ എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ അതർ പീപ്പിൾസ് മാറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ്. ബട്ട് തിങ് ഇസ് ലൈക്ക് എൻ്റെ ആക്ച്വൽ സംഭവം എന്തെന്ന് വെച്ചാൽ ഐ ഹാവ് ടു, എനിക്കൊരു ഹിസ്റ്റീരിയ പോലെ വന്നിരുന്നു അജി മരിച്ചതിന് ശേഷം. സോ ഐ വാസ് ഇൻ ടു മെഡിക്കേഷൻ ആൻഡ് ഓൾ. അപ്പം ഞാൻ ഭയങ്കര വയലൻ്റ് ആകുമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അങ്ങനെ ഫാമിലിക്ക് ഭയങ്കര ഒരു പ്രശ്നമുള്ള സമയമായിരുന്നു. എൻ്റെ കുഞ്ഞ് 3.5 വയസ്സേ ഉള്ളൂ. സോ ദ തിങ് ഈസ് ലൈക്ക് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തതാണ് വീണ്ടും ഇതിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാനൊരു മെൻ്റൽ പേഷ്യൻറ്റ് ചിലപ്പം ആയിപ്പോവും. സോ ലൈക്ക് ഫാമിലി, എൻ്റെ ബ്രദറും അമ്മയും അച്ഛനും എല്ലാം തന്നെയാണ് പറഞ്ഞത് വീണ്ടും ചെയ്തു തുടങ്ങാൻ. സോ ദെയർ സപ്പോർട്ട് വാസ് ദെയർ. സോ ഐ വാസ് ലീസ് ബോതേർഡ് അബൌട്ട് വാട്ട് ദ പബ്ലിക് ടോക്ക്. മേ ബി ഇപ്പോൾ പിന്നെ ആരും അങ്ങനെ ഒന്നും ചോദിക്കില്ലായിരിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന് പോകുമായിരുന്നു. സോ ദാറ്റ്സ് വൈ ലൈക്ക് ഞാൻ വീണ്ടും കോമ്പയറിങ് ചെയ്തു തുടങ്ങി. കോമ്പയറിങ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരെയും വിചാരം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കോമ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അകത്ത് പോയി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലയിങ്ങനെ പെരുത്ത് വരും. ലൈക്ക് ഐ മേ ബിക്കം വയലൻറ്റ്. അങ്ങനെ കുറേ അത് അന്ന് കമ്പയർ ചെയ്യുന്ന ബിഹൈൻഡ് ദ സീൻ ആൾക്കാർക്ക് അറിയാം എനിക്ക് വയ്യായിരുന്നു എന്നുള്ളത്. ബട്ട് ഐ ഹാവ് ടു സർവൈവ് ആൻഡ് ഐ വോണ്ട് ടു ഏൺ. അപ്പം അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ബിക്കോസ് എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് എങ്ങനെ ഈ അസുഖത്തിൽ നിന്ന് മാറാം, എങ്ങനെ മോളെ വലുതാക്കണം, എങ്ങനെ പൈസ ഉണ്ടാക്കണം. സോ ഐ എം നോട്ട് എ പേഴ്സൺ ഇപ്പോഴും ലീസ് ബോതേർഡ്. ആ ഫസ്റ്റ് സിനിമ വരുന്ന വഴി എങ്ങനെയായിരുന്നു? അപ്പോൾ ശ്യാമപ്രസാദ് സാറിൻ്റെ മണൽ നഗരമാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. സീരിയലാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നോ, ഇപ്പോഴും അറിയാമെന്ന് എനിക്കറിയില്ല. സോ അന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീരിയൽ. പിന്നെ മഴയാണ് ഞാൻ ആദ്യം ചെയ്ത സിനിമ. ദാറ്റ് ടു ലൈക്ക് ഐ ഡിഡ്ന്റ് നോ, എനിക്ക് അഭിനയിക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല. ലെനിൻ സാറ് നമ്മുടെ ഷോ കണ്ടിട്ട് വിളിച്ചതായിരുന്നു. നോ ലെനിൻ രാജേന്ദ്രൻ സാർ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ മണൽ നഗരം അഭിനയിച്ചു കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ സാറ് വെറുതെ ചോദിച്ചു ഒരു സീൻ ചെയ്യണമെന്ന് ചോദിച്ചു, 2 സീൻ. ഞാൻ ചുമ്മാ പോയി ഈ സിഗരറ്റ് വലിക്കുന്നതായിട്ടൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ അതുകൂടെ ആയപ്പോഴത്തേക്ക് സുഖമായി. കാര്യം മണൽ നഗരത്തിൽ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ്. സോ എന്നെ കണ്ടാലും ഒരു ലുക്കുണ്ട് അങ്ങനെ ഒരു, മേ ബി എൻ്റെ കണ്ണൊക്കെ പണ്ടേ ഒരു ദുഃഖ ഭാവത്തിലാണ്. പിന്നെ ആ സമയത്ത് ഞാൻ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു ഈ ഹിസ്റ്റീരിയ സംഭവത്തിനൊക്കെ. സോ ഒരു ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു വിങ്ങിയ എന്താ ചീർത്തിക്കുന്ന കണ്ണ്, അങ്ങനെ എന്തൊക്കെയോ ഒരു ഡൾ ലുക്കായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഒരു റോള് കിട്ടുകയും ചെയ്തു, ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ആ സീരിയലിൽ. അടുത്ത വന്ന സിനിമയിൽ അത് തന്നെയാണ് കിട്ടിയത്. സോ ലൈക്ക് അത് ഞാനപ്പോൾ എൻജോയ് ചെയ്തു. പക്ഷെ ആൾക്കാർ എന്നെ മുദ്ര കുത്തി, ഞാനൊരു ഗോൺ കേസാണ്. ഐ ഡോണ്ട് മൈൻഡ് അറ്റ് ഓൾ. പക്ഷെ എനിക്ക് പിന്നെ കിട്ടിയ ഇവറും അതായിരുന്നു. അതിലും കള്ളും കഞ്ചാവും ആൻഡ് ദാറ്റ് ടു എ പ്രോസ്റ്റിറ്റ്യൂട്ട്. സോ ഐ ലവ് ഡൂയിങ് ഓൾ ദാറ്റ്. പക്ഷേ അങ്ങനെ ഒരു ഇമേജ് സ്റ്റാമ്പ് ആയി കഴിഞ്ഞാൽ ഇവരായിരിക്കും ചേച്ചി കുറച്ചും കൂടെ ഒരു ഇമ്പാക്ട് ആയിട്ട് വന്നൊരു റോള് അല്ലേ? മറ്റേ മഴയിലെ ചെറിയൊരു സംഭവമായിരുന്നു. ഇവറിന് മുമ്പായിരുന്നു സീതാ കല്യാണം. അപ്പൊ സീതാ കല്യാണത്തിലായിരുന്നു ഞാൻ വളരെ പാവമായിട്ട് ഞാൻ ഈ മഴയിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ സാറിനോട് പറഞ്ഞു, ടി.കെ. രാജീവ് കുമാർ സാറിനോട് പറഞ്ഞു, എനിക്ക് പാവം ഒരു റോള് തരുമോ എന്ന് ചോദിച്ചു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഞാൻ ഒരു സംഭവമാണെന്ന്. സോ അതിനകത്ത് വളരെ പാവമായിട്ട് സിദ്ദിഖിൻ്റെ വൈഫായിട്ടാണ് ഒരു നാടൻ ഒരു ബ്രാഹ്മൺ ലേഡി ആയിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പൂവെല്ലാം വെച്ച് സാരിയെ കൊടുത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെയും ലക്കില്ല. അത് ഇറങ്ങിയത് ജ്യോതിക കുട്ടിയെ കൊണ്ടായി കഴിഞ്ഞിട്ടാണ് ആ സിനിമ ഇറങ്ങുന്നത് 7 വർഷത്തിന് ശേഷം. അതിനുശേഷമാണ് ഞാൻ ഇവർ അഭിനയിക്കുന്നത്. അപ്പം ഇറങ്ങിയ സിനിമ ഇവരായിപ്പോയി. സോ ഇറ്റ്സ് മൈ ബാഡ് ലക്ക്, ഐ ഡോണ്ട് നോ.
മോൾ എന്ത് ചെയ്യുന്നു ഇപ്പോ? മോള് കല്യാണം കഴിഞ്ഞു. ഷീ സെറ്റിൽഡ് ഇൻ ചെന്നൈ. ആഹാ. സെറ്റിൽ മാരീഡ് ആണ്. സെറ്റിൽ ഷീ ഈസ് ഡൂയിങ് ഗുഡ്. പേരെന്താ മോളുടെ? നന്ദന. നന്ദന. ഓക്കെ. മോളപ്പം അമ്മയുടെ സിനിമകളൊക്കെ കാണുമായിരുന്നു അന്ന്? നോ, ഷീ ഈസ് നോട്ട് എ ഫിലിമി പേഴ്സൺ. ആഹാ. മലയാളം പഠിച്ചതൊക്കെ പുറത്താണ്. ആഹാ. ഷീ വാസ് ഇൻ മിലാൻ ആൻഡ് ഓൾ, ഇറ്റലിയിലായിരുന്നു. സോ ഷീ ഈസ് നോട്ട് എ മൂവി പേഴ്സൺ. സിനിമ എന്നൊരു സംഭവമേ പുള്ളിക്കാരിക്ക് അങ്ങനെ കാണുന്ന വ്യക്തിയൊന്നും അല്ല. എങ്കിലും ചേച്ചി സിനിമയൊക്കെ കാണിച്ചു കൊടുക്കത്തില്ല? ഇന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടില്ല? ഞാൻ എൻ്റെ ഫാമിലിയും സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയാം. എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഞാൻ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പം പോയിട്ട് വാ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ഒരു ഹഗ്ഗൊക്കെ തരുന്ന ഒരാൾ അച്ഛൻ മാത്രമായിരുന്നു. ബാക്കി ആർക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതോട് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല, അവരോട് ഞാൻ കാണാൻ ഒരു സിനിമയും പറഞ്ഞിട്ടുമില്ല. ആൻഡ് ഐ എൻജോയ്ഡ് ഷൂട്ടിങ്. ഐ വെൻറ്റ് ഫോർ മൂവീസ് ഷൂട്ടിങ്. അല്ലാതെ എൻ്റെ അമ്മയ്ക്കോ, എനിക്കൊരു ബ്രദറേ ഉള്ളൂ, അപ്പം എൻ്റെ ബ്രദറിനോ ആരും എൻ്റെ അടുത്ത് സിനിമ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല വീട്ടിലാരും. ഐ ഡോണ്ട് ആസ്ക് ദം ഓൾസോ ലൈക്ക് ഞാൻ കൊള്ളാമോ അഭിനയിച്ചത്. ഐ ഡോണ്ട്. ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ചേച്ചിക്ക് സിനിമ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ്, സിനിമയിൽ വന്നതിന് ശേഷമാണ് ആ ഒരു ഹാബിറ്റ് വരുന്നത്, സിനിമയോട് ഒരു പ്രണയം തോന്നുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സിനിമ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോഴേ ഈ റോൾ എനിക്ക് കിട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ കൊള്ളാലോ, അല്ലെങ്കിൽ ഈ മൂവി ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ റീസെന്റ് തോന്നിയത് ഏതൊക്കെയാ? റീസെന്റ് അല്ല, ഓൾ ടുഗദർ ചേച്ചി കണ്ടതിൽ വെച്ചിട്ട്. അങ്ങനെ ചോദിച്ചാൽ മിക്കവാറും സിനിമകളിൽ ഞാനായിരുന്നെങ്കിലും ഞാൻ വിചാരിക്കും. സോ ലൈക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഐ ലവ് ജ്യോതിക, ഐ ലവ് സിമ്രൻ, അങ്ങനെ പറയുകയാണെങ്കിൽ ഉർവശി മാം, നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തോന്നും. പക്ഷെ നമുക്കങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിനയം എന്താന്ന് പോലും സത്യമായിട്ട് അറിയില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ മേ ബി സംഭവം ഇതൊക്കെ നന്നായിട്ട് വന്നു. സോ പക്ഷെ നല്ലൊരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയാൽ അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സിനിമയിൽ എനിക്ക് തോന്നി, ഇപ്പോൾ എക്കോ കണ്ടപ്പോഴും എനിക്ക് തോന്നി ആ റോള് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ലേഡിയുടെ ക്യാരക്ടർ. സോ ഇറ്റ്സ് ലൈക്ക് ഏത് സിനിമ കണ്ടാലും ഒരു ക്യാരക്ടർ റോള് കണ്ടാൽ പോലും ഞാൻ വിചാരിക്കും അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. അതിൽ അസൂയുണ്ട് കേട്ടോ. ചേച്ചി എപ്പോഴും റീവാച്ച് ചെയ്യുന്നൊരു സിനിമ ഏതാ? കിലുക്കം, ചിത്രം, മണിച്ചിത്രത്താഴ്. ആൻഡ് ഇൻ ടു ദാറ്റ് അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചയ്ക്കൊരു മൂക്കുത്തി, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ഓടരുതമ്മ വാളറിയാം, ചിത്രം, കിലുക്കം, പിന്നെ തൂവാനത്തുമ്പികൾ, നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ. ആൻഡ് ഐ ലവ് ആ സമയത്ത് എല്ലാ സിനിമകളും എത്ര പ്രാവശ്യം ഇരുന്ന് കണ്ടാലും ഐ വാച്ച് ഇറ്റ്. ചുമ്മാ അങ്ങനെ ടി വി കണ്ടാലും ഐ വാച്ച് ദ ഫുൾ മൂവി. ഇപ്പോഴത്തെ സിനിമയിൽ റീവാച്ച് ചെയ്യാൻ ടു ബി വെരി ഫ്രാങ്ക് റീവാച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ സിനിമകളൊക്കെ പോയി കാണാറുണ്ടോ? ഐ വാച്ച്. എനിക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ഐ ഡോണ്ട് പ്രിഫർ വാച്ചിങ്. OTT കാണാറുണ്ടെങ്കിലും ഐ ലവ് ടു വാച്ച് ഇൻ തിയേറ്റർ. അപ്പം ഒറ്റയ്ക്ക് പോയി കാണും. നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് ചേച്ചി പറയുന്നുള്ളൂ ചേച്ചി കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് ഇത്തിരി മടിയാണ്, അത് കാരണമായിരിക്കാം സിനിമയിൽ അധികം അവസരങ്ങൾ കിട്ടാതെ പോയത് എന്ന്. ടു ബി അത് സത്യമാണ്. കാര്യം നമ്മൾ കണക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ ഒന്നാമത് ഈ സമയത്ത് അത് നടക്കില്ല. വി ഹാവ് ടു ബി പ്രസൻറ്റ് എവ്രിവെയർ എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇപ്പോൾ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചുമ്മെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ സിനിമാക്കാരുമായിട്ടൊന്ന് ബന്ധം, നമ്മുടെ ഫേസ് ഓർത്തിരിക്കാൻ ഒരാവശ്യമില്ല ആൾക്കാർക്ക്. ഇപ്പം മമ്മൂക്ക പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ സിനിമയ്ക്ക് ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. സോ നിവിനൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മളെ തേടി വരും, നമുക്ക് വരേണ്ടത് വരും. പക്ഷേ ഇത് തിങ് ഇസ് ലൈക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വി ഹാവ് ടു ബി പ്രസൻറ്റ് എവ്രിവെയർ. വി ഹാവ് ടു നമ്മൾ ജീവിച്ചിട്ട് പോകണമെന്നെങ്കിലും അറിയിക്കണ്ടേ. ഞാനാണെങ്കിൽ അതിൽ വളരെ മോശമാണ്. കാര്യം എനിക്കൊന്നാമത് മടിയാണ് ഡ്രസ്സ് ചെയ്ത് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് പോയി. മടിച്ച് ഞാൻ പറയില്ലേ, ബേസിക് ഒരു മടിച്ചിയാണ് ഞാൻ. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, അതാലോ ഡ്രസ്സ് ചെയ്തൊക്കെ പോകണമല്ലോ, ചുമ്മാ പോകാനും പറ്റില്ല എന്നാലോചിക്കും. മാസ്ക് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെയും എളുപ്പമായിരുന്നു. സോ അതൊരു മടി ഒരു സ്ഥലത്ത്. ആൻഡ് ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ സോഷ്യലൈസ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് എല്ലാം എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ സോഷ്യലൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നെ കണ്ടാൽ എല്ലാവരും വിചാരിക്കും ജാട, അഹങ്കാരം ഭയങ്കര ഒരു സംഭവമാണെന്ന്. പക്ഷേ ഐ എം എ പേഴ്സൺ ഹൂസ് ഭയങ്കര ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന, വീട്ടിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നൗ ഐ ഹവ് ചേഞ്ച്ഡ്. അത് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ ഹവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഓക്കെ ചേച്ചി എന്നോട് ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താ ചേച്ചി?
അതെങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല. 2 പ്രാവശ്യം 2 വർഷത്തിനിടയിൽ. സോ അതും ഒരു ഐ തിങ്ക് ലൈക്ക് 2 വർഷത്തിനിടയിൽ സംഭവിച്ചതും ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായി. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ. ഞാൻ ദേവി എന്നാണ് പേര്. അതൊരു 7 മാസമായിട്ട് ഇടുന്നുണ്ട്. ഐ ടുക്ക് എ ബ്രേക്ക് ഫോർ 1 month. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ ദേവിയിൽ ഞാൻ കടന്നുപോയ എൻ്റെ 24 വയസ്സ് മുതൽ ഞാൻ അറിയാതെ കഴിച്ചു പോയ കുറേ മരുന്നുകൾ. ബിക്കോസ് മെഡിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിനും. അന്ന് എടുത്ത മരുന്നുകളാണോ? 24 വയസ്സ് മുതൽ ഞാനൊരു പ്രോപ്പർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് അല്ല എടുത്തിരുന്നത്. പറഞ്ഞ ഇൻസിഡന്റ് അല്ലേ? അല്ലല്ല, അത് എന്തുകൊണ്ട് അതിലേക്ക് എത്തിയെന്ന് ഞാൻ പറഞ്ഞത്. അതായത് 2 വർഷം മുമ്പാണ് എനിക്ക് സീഷർ എന്ന് പറയുന്ന ഒരു നെർവ് അറ്റാക്ക് വന്നത്. ഓൾ ഓഫ് എ സഡൻ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നതാണ്. സോ അതൊരു സെറ്റിലാണ് വന്നത്. സോ പീപ്പിൾ തോട്ട് ലൈക്ക് എനിക്കെന്തോ മേജർ ഇഷ്യൂ ഉണ്ടെന്ന്. ഫിസിക്കലി എനിക്കൊരു പ്രശ്നമില്ല. ഒരു നെർവ് അറ്റാക്ക് അത് കുട്ടികൾക്ക് വരുന്നൊരു സംഭവമാണ് സീഷർ എന്ന് പറയുന്നത്. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് ദാറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഞാൻ 24 വയസ്സ് മുതൽ 27 വർഷം എടുത്ത മെഡിസിൻസ് എല്ലാം റോങ് ആയിരുന്നു. ബിക്കോസ് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലല്ല ഞാൻ മെഡിസിൻസ് എടുത്തിരുന്നത്. ബിക്കോസ് നോബഡി വാസ് ബോതേർഡ് ലൈക്ക് എന്നെ ട്രീറ്റ് ചെയ്യണം. ബിക്കോസ് ഞാൻ ഈ ബഹളവും ഹിസ്റ്റീരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ കടയുണ്ടായിരുന്നു, അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആരും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ സീഷർ അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വെല്ലൂരിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഡോക്ടേഴ്സ് പറയുന്നത് ലൈക്ക് വാട്ട് ഓൾ യു ആർ ടേക്കിംഗ്, ചുമ്മാ മുട്ടായി കഴിക്കുമ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ടു ബി വെരി ഫ്രാങ്ക് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആൽക്കഹോൾ. ദാറ്റ് വാസ് മൈ മേജർ ഇഷ്യൂ. കാര്യം ഈ മരുന്ന് നമുക്കൊരു കിക്ക് കിട്ടുന്ന മരുന്നുകളാണ്. ഇതൊക്കെ ഇപ്പോഴാണ് പഠിച്ചത് കേട്ടോ. കാര്യം ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു മുട്ടായി കഴിക്കും പോലെ ഇടയ്ക്കിടയ്ക്ക് മരുന്നെടുത്ത് കഴിക്കും. അത് ഭയങ്കര കെമിക്കൽ ഈ കമ്പോണൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിക്ക് കിട്ടുന്ന ഒരു സാധനമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സോ ഈ കിക്കിൻ്റെ പുറത്ത് വി ഫീൽ ലൈക്ക് ഹാവിങ് ആൽക്കഹോൾ. അതായിരുന്നു എൻ്റെ പ്രശ്നം, അതായിരുന്നു. സോ ഐ യൂസ് ടു ഡ്രിങ്ക് ഓൾസോ. കാര്യം സെറ്റിലൊന്നും അല്ല, ചുമ്മാ ഇരിക്കുമ്പോൾ. ആൻഡ് ഐ വിൽ ബിക്കം വേഴ്സ്. ഞാൻ ഭയങ്കര സങ്കടവും കരച്ചിലും വീട്ടുകാരെയൊക്കെ വിളിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ. സോ ഇറ്റ് ഓൾ ലൈക്ക് ഞാനൊരു 1.5 മാസം ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ 27 വർഷം സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് വേറൊരു ജേർണി ആയിരുന്നു. ഞാൻ ഈ മരുന്നിലും മേ ബി ആൽക്കഹോളിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു ജേർണി ആയിരുന്നിരിക്കും. മേ ബി ഒരു പ്രോപ്പർ മെഡിക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ അന്നേ ശരിയാവുമായിരുന്നു. ബട്ട് നൗ ഐ ഹാവ് ഇൻ ടു പ്രോപ്പർ മെഡിക്കേഷൻ. 2 പ്രാവശ്യം സീഷർ വന്നതുകൊണ്ട് തന്നെ കറക്റ്റാണ് ഇപ്പോൾ മെഡിക്കേഷൻ. പിന്നെ ആൽക്കഹോൾ ഒബിയസ്ലി ഐ ഹാവ് ടു ക്വിറ്റ് ബിക്കോസ് സീഷറും ആൽക്കഹോളും തമ്മിൽ ചേരില്ല. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു വേറൊരു ഫേസിലെത്തും. ലൈക്ക് വി റിയലൈസ് ലൈക്ക് ദിസ് ഇസ് ലൈഫ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു 2 പ്രാവശ്യം ബോധം കെട്ട് വീണപ്പോൾ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞ് നോക്കാൻ. സോ നോബഡി വാണ്ട്സ് അസ്. ലൈക്ക് ഇപ്പം ഞാൻ വയ്യാതാണെങ്കിൽ ആൾക്കാർ പറഞ്ഞു ഞാൻ അതൊട്ടും വയ്യാതെ കിടക്കുകയായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് നോബഡി നീഡ്സ് അസ്. ദാറ്റ്സ് എ ട്രൂത്ത്. അപ്പം ആർക്കും സമയവുമില്ല നമ്മളെ നോക്കാനൊന്നും. സോ അവിടെ നിന്ന് പഠിച്ചൊരു ഫേസാണ് ലിവ് യുവർ ലൈഫ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.